നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂലൈ മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടക്കൂറിലാണ്. ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ 2-ൽ നിന്നിരുന്ന വ്യാഴം 3-ലേക്ക് പോയത് കൊണ്ടും സർവാഭിഷ്ട സ്ഥാനത്ത് നിന്നിരുന്ന ശനി 12-ാം ഭാവത്തിലേക്ക് വന്നതുകൊണ്ടും ഏഴശനിയുടെ ദോഷമാണ്, വ്യാഴപ്പഴവും വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അലച്ചിലും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വീട് വിട്ട് നിൽക്കാനിട വരിക, മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കുക, പുത്രസംബന്ധമായിട്ടുള്ള ടെൻഷൻ കാര്യങ്ങളുണ്ടാകുക, ജോലിയിൽ ചെറിയ തടസ്സങ്ങൾ, സ്ഥാനചലനം, ഇങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ള ഒരു സമയമാണ്. എന്നാൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച്, അതായത് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ടോപ്പ് ടൈമാണ്. കാരണം ലഗ്നത്തിൽ തന്നെ പഞ്ചമഹാപുരുഷത്തിലെ മാളവയോഗം ചെയ്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രലഗ്നാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കാരണം ഗീതപ്രിയോ രജതരക്ത പരിസ ശ്രീ സദ്വസ്ര ഭൂഷണയുധോ വിഷയോപഭോക്തമാണ്. നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അലങ്കാര വസ്തുക്കൾ മേടിക്കാനായിട്ടും വിനോദയാത്രകൾക്കും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെയാണ് 2-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്ന കാരണം ദൈവാധീനം പരിപൂർണമാണ്. അപ്പോൾ നല്ല ദൈവാധീനം ഉള്ളത് കാരണം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും. സാമ്പത്തികമായ നല്ല വർധനവിന് യോഗമുണ്ട്. ഇപ്പോൾ പൈസയൊക്കെ ആർക്കെങ്കിലും കടം കൊടുത്ത് കൈ കിട്ടാനൊക്കെ വൈകി കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പൈസയൊക്കെ കൈ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം നേടാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എന്നാൽ ലഗ്നാൽ 5-ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ സഹായസ്ഥാനത്താണ് നിപുണായോഗം ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും ചെയ്യുന്ന പ്രവൃത്തിയിൽ നിപുണത പ്രദർശിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന സമയമാണ്. എങ്കിലും വീട് വിട്ടു നിൽക്കാൻ ഇടവരിക. വീട്ടിൽ നിൽക്കുമ്പോൾ ദേഷ്യം, എടുത്തിയാട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ട് വീടിൻ്റെ അതിർത്തി, അതേപോലെ വഴി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യതയും, അതേപോലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വീട് വിട്ടു നിൽക്കാൻ ഇടവരാനും ഒക്കെ സാധ്യതയുണ്ട്. കാരണം 10-ാം ഭാവത്തിൽ കർമാധിപതി സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ നല്ല അഭിവൃദ്ധിയും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാൻ യോഗം ഉണ്ടാകും. എന്നാൽ 10-ാം ഭാവത്തിൽ രാഹുവാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയാണുള്ളത്. അപ്പം നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിയാണ് കർമ്മസ്ഥാനത്ത് വരുന്നതെങ്കിലും കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റേതായിരിക്കുന്ന പരസ്പരം ശത്രുതയുള്ളത് കാരണം തൊഴിലിടയ്ക്ക് മുടക്കം വരിക, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും അനുഭവിക്കാനിട വരിക. അതായത് വീടും തൊഴിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ചെറിയ ബുദ്ധിമുട്ട് പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉള്ള വിഷമങ്ങൾ അനുഭവിക്കാനിട വരിക. അപ്പോൾ അത് ഒരു ദോഷമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ദോഷം വരാതിരിക്കാനൊക്കെ ആയിട്ട് നാഗപൂജ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടൊക്കെ ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലുള്ള സാമ്പത്തികമായിരിക്കുന്ന വർധനവുണ്ടാകാനായിട്ട് യോഗമുണ്ട്. മാനസികമായിട്ട് സന്തോഷമുണ്ടാകാനുള്ള യോഗമുണ്ട്. അതേപോലെ തന്നെ അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങാനും വീട് മോടി പിടിപ്പിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.